ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്പെക് മാൻ ആൻഡ് കോ. ഈ വീഡിയോയിൽ കേരളത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്ത ചില കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിനു മുമ്പ് ഒരു പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷമേ ഇത് കാണാൻ പറ്റുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഈ വീഡിയോ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള ഭാഗമാണ്. ആയതിനാൽ അത് കാണാത്തവർ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് കാണണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഫാക്ട് 11. കേരളത്തിലെ ആനകൾ അതിൻ്റെ സൂക്ഷിപ്പുകാരായും സംസ്ഥാനത്തെ ജനങ്ങളായും ഒരു പ്രത്യേക ബന്ധം പങ്കിടുന്നതായി തോന്നുന്നു. എല്ലാ മതപരമായ ഘോഷയാത്രകളിലും ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും ആനകൾക്ക് പ്രധാന പങ്കുണ്ട്. ആനയാണ് കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം. ഫാക്ട് 12. കേരളത്തിൽ അനേകം സ്പൈസസ് കാണാൻ സാധിക്കും. അതിനാൽ തന്നെ കേരളം ഇന്ത്യയുടെ സ്പൈസ് കോസ്റ്റ് എന്നറിയപ്പെടുന്നു. ഈ സംസ്ഥാനത്ത് സ്ഥിരതാമസമാക്കിയ ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, വ്യാപാരികൾ എന്നിവരുടെ സംസ്കാരങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച സ്പൈസസ് ആണ് ഒരു ശേഖരം. ഇത് ആസ്വദിക്കുന്നു. അതിനാൽ കേരളത്തിൻ്റെ യഥാർത്ഥ പാചക രീതികളിൽ നിങ്ങൾക്ക് ധാരാളമായി സ്പൈസസ് കാണാൻ സാധിക്കും. ഫാക്ട് 13. ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി, സിനഗോഗ് എന്നിവ കേരളത്തിലാണ്. AD 52 യേശുക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളായ സെൻറ്റ് തോമസാണ് പായരയൂരിലെ സീറോ മലബാർ കത്തോലിക്ക പള്ളി സ്ഥാപിച്ചത്. AD 629 നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി കേരളത്തിലെ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദ്. ഇത് നിർമ്മിച്ചത് മാലിക് ദീനാറാണ്. സിനഗോഗിലേക്ക് വരുന്നത് കേരളത്തിലെ കൊച്ചിയിലുള്ള പരദേശി സിനഗോഗാണ് ഏറ്റവും പഴയ സജീവ സിനഗോഗ്. 1567 ആണ് ഇതിൻ്റെ നിർമ്മാണം. ആനമലൈ ശ്രേണിയിലെ ആനമുടി കൊടുമുടിയെ ദക്ഷിണേന്ത്യയിലെ എവറസ്റ്റ് എന്ന് വിളിക്കുന്നു. 8133 അടി ഉയരത്തിൽ എത്തുന്ന ഇത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലവും ഹിമാലയൻ പർവ്വതനിരകൾക്ക് ശേഷം ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ളതുമാണ്. ഫാക്ട് 15. 3 പ്രമുഖ തണ്ണീർ തടാകങ്ങളുള്ള സ്ഥലമാണ് കേരളം. അഷ്ടമുടി തടാകം, വെമ്പനാട് കോൾ തണ്ണീർത്തടം, ശാസ്താംകോട്ട തടാകം. ഈ റംസാർ സൈറ്റുകൾ മികച്ച പാരിസ്ഥിതിക വേഷങ്ങൾ നൽകുന്നു. ഫാക്ട് 16. 2.31 ഹെക്ടർ വിസ്തൃതിയിലുള്ള മലപ്പുറത്തെ നിലമ്പൂർ തേക്ക് പ്ലാന്റേഷൻ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്ക് മരങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. 19-ാം നൂറ്റാണ്ടിലെ മധ്യത്തിൽ മലബാർ ജില്ലയുടെ കളക്ടറായിരുന്ന HV കേനാലി 1840കളിൽ നിലമ്പൂർ പട്ടണത്തിൻ്റെ ചുറ്റും തോട്ടം സ്ഥാപിച്ചു. ഫാക്ട് 17. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ. സമ്പൂർണ്ണ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. പരിസ്ഥിതിക്ക് നൽകിയ സംഭാവനകൾക്ക് UN ചാമ്പ്യൻ ഓഫ് എർത്ത് അവാർഡ് ഇതിന് നൽകപ്പെട്ടു. ഫാക്ട് 18. 2016 ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ അന്നത്തെ രാഷ്ട്രപതി പ്രണബ് മുഖർജി രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം എന്ന പദവി കേരളത്തിന് നൽകി. 100% മൊബൈൽ കണക്ടിവിറ്റിയും 75% ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയുമുള്ള കേരളത്തിലാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ടെലികോം സാക്ഷരത ഉള്ളത്. ഫാക്ട് 19. ആഗോള വൈറ്റ് കയർ ഫൈബറിൻ്റെ 60% വിതരണം ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കയർ ഫാക്ടറി 1859 ആലപ്പുഴയിൽ ആരംഭം കുറിച്ചു. ഫാക്ട് 20. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്റ്റാണ്. NH 66 സമാനാന്തരമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ മുഴപ്പിലങ്ങാട് ബീച്ച് ഏഷ്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവിൻ ബീച്ചാണ്. ഏഷ്യയിലെ ഏറ്റവും മികച്ച ഡ്രൈവിൻ ബീച്ച് എന്നതിനപ്പുറം ലോകത്തിലെ മികച്ച 6 ബീച്ചുകളിൽ BBC ഉൾപ്പെടുത്തുന്നു. മണൽ കടൽ തീരത്ത് നിങ്ങൾക്ക് 4 കിലോമീറ്റർ ഡ്രൈവിൻ ആസ്വദിക്കാം. അതിൻ്റെ വളഞ്ഞ പ്രദേശത്ത് അതിർത്തിയിൽ കറുത്ത പാറകളാണ്. ഇത് അടുത്തുള്ള ധർമ്മടം തുരുത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
അങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം നാട്, ശാശ്വതവും ഹൃദയസ്പർശവുമായ അന്തരീക്ഷം, വ്യക്തമായ മരതകം കായൽ, മനോഹരമായ തടാകങ്ങൾ, വിദേശ വന്യജീവികളുടെ ഒരു കഥ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. ഈ സംസ്ഥാനം തീർച്ചയായും സന്ദർശിക്കാനുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയിച്ചു തരാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരെ നിങ്ങൾ കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടിൽ ദാറ്റ്, സ്റ്റേ ട്യൂൺ വിത്ത് Spec Man & Co by subscribing this channel. Thank you.